ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കാൽനട യാത്രയിലാണ്. നല്ല വെയിലാണ്. കണ്ടോ, പാടം തന്നെയാണ് ഇട്ടെന്നും. നെല്ലൊക്കെ കൊയ്യാനായി തുടങ്ങിക്കണം. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്നൊരു ഇന്നലെ മസ്രൂറാൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഭയങ്കരമായിട്ട് വിഷമം തോന്നി എന്ന് പറഞ്ഞാൽ അവളുടെ ആ ഒരു വീഡിയോ കണ്ടിട്ട് അവളുടെ കഷ്ടപ്പാട് ആലോചിച്ചിട്ടല്ല വിഷമം തോന്നിയത്. എന്താ പറയുക, ഞാനും ആ ഒരു ഘട്ടത്തിലൂടെ ഒക്കെ കടന്നു പോയതല്ലേ എന്ന് ആലോചിച്ചിട്ടുള്ള വിഷമാണ് കേട്ടോ തോന്നിയത്. നമുക്ക് എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരു നഷ്ടം തന്നെയാണ്. അതൊരിക്കലും തിരിച്ചു പിടിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയോ, അപ്പോൾ അവള് പറഞ്ഞില്ലേ 1 കോടി രൂപ തന്നാലും ഞാനിനി ഒരു കല്യാണത്തിലേക്കില്ലാന്ന്. അങ്ങനെ ഒരു തീരുമാനത്തിലെത്താൻ എന്താ കാരണം? ഞാനും അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തി നിൽക്കണ ഒരാൾ തന്നെയാണ്. ഇതുവരെ അങ്ങനെ ആയിരുന്നു. ഇനി 1 കോടി രൂപ തന്നാലും കിട്ടിയാൽ എത്ര സമ്പന്നനായ ഒരാൾ വന്നാലും ഇനിയൊരു കല്യാണം വേണോ വേണ്ടേ ധൈര്യമില്ലായിരുന്നു. അങ്ങനത്തെ ഒരു കല്യാണത്തിലേക്ക്, രണ്ടാമതൊരു കല്യാണത്തിലേക്ക് നീങ്ങാനുള്ള ധൈര്യം ഉണ്ടായില്ല. അപ്പോൾ അങ്ങനെ നിന്നിട്ടും നമുക്ക് കാര്യമില്ല. നമ്മൾ കല്യാണം കഴിച്ചാലും കാര്യമില്ല. ഇടിയും ചവിട്ടും തൊഴിയൊക്കെ കണ്ടിട്ട് നിന്നിട്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും നേടാനില്ല. പഴയ ആൾക്കാർ പറയും അങ്ങനെയൊക്കെ തന്നെയാണ് ഒരു കുടുംബം കിട്ടുക. അങ്ങനെ കുറേ ചവിട്ട് കൊണ്ടിട്ടും അടി കൊണ്ടിട്ടും കുത്തു കൊണ്ടിട്ടൊക്കെ തന്നെയാണ് ഒരു കുടുംബം കിട്ടുക എന്ന് പറയും. പക്ഷെ ഇപ്പോൾ മസ്രൂറ മോളാണ്. പക്ഷെ അവളെ ഉമ്മയാണ് വീഡിയോ ഇടുന്നത്. നാജില, അവളുടെ പേര് നാജില. അവൾ പറയണ പോലെ ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുള്ള ആളാണ് ഞാനും. പക്ഷെ പറയുന്നവർക്ക് എന്താ, അങ്ങനെ ഇടിയൊക്കെ കൊണ്ടിട്ട് തന്നെയാണ് ജീവിതം ഉണ്ടാക്കുക എന്ന് പറയും. ഇന്നാണെങ്കിൽ അത് നടക്കുമോ? ഒരു 10-30 കൊല്ലത്തെ മുമ്പത്തെ കാര്യമാണ് ഞാൻ പറയണത്. ഞാനതിന് തയ്യാറല്ലായിരുന്നു. കഴിവില്ലായ്മ നമുക്ക് സഹിക്കാൻ പറ്റും. നമുക്ക് സാമ്പത്തികം ഇല്ലെങ്കിൽ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഇടിയൊന്നും സഹിക്കാൻ പറ്റില്ല. ഇടി സഹിക്കും വേണം. പിന്നെ അവരുടെ ബെഡ് നമ്മൾ ഷെയർ ചെയ്യാൻ വേണം. അവരുടെ കുട്ടികളെ നമ്മൾ പ്രസവിക്കണം. പട്ടിണി നമ്മൾ കിടക്കണം. നമുക്ക് വസ്ത്രമില്ല. നമുക്ക് രോഗം വന്നാൽ ചികിത്സ ഇല്ല. മനസ്സമാധാനമില്ല, സ്വൈര്യമില്ല, കിടക്കാൻ ഇടമില്ല. ഇതൊന്നും ഇല്ലാഞ്ഞിട്ട് ഒരാണൊരുത്തനെ നമ്മൾ സംരക്ഷിക്കണം, നമ്മൾ സഹിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല. നടക്കുന്ന കാര്യമില്ലാന്ന് ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ, പുതിയ തലമുറക്കാർ പറയുന്നുണ്ട് അങ്ങനെ നടക്കില്ല, അതൊന്നും നടക്കില്ല. പക്ഷെ ഞാനൊക്കെ പറഞ്ഞ സമയത്ത് ആരും പറയാത്തൊരു സമയമായിരുന്നു. അങ്ങനെ ആരും പറയാത്തൊരു സമയത്താണ് ഞാൻ പറഞ്ഞത് അതൊന്നും നടക്കാൻ പോണ കാര്യമില്ല. അപ്പോൾ മസ്രൂറാൻ്റെ ഉപ്പ എന്താണോ ചെയ്തത് അത് തന്നെയാണ് എൻ്റെ മക്കളുടെ ഉപ്പയും ചെയ്തിട്ടുള്ളത്. പക്ഷേ എൻ്റെ മക്കളുടെ ഉപ്പ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. മസ്രൂറാൻ്റെ ഉപ്പ ജീവിച്ചിരിക്കണില്ല. അതാണിപ്പോൾ വ്യത്യാസമുള്ളൂ. പക്ഷെ അയാളെന്താണോ ചെയ്ത് ആ ബാധ തന്നെ അതേപോലെ ചെയ്തൊരു വ്യക്തിയാണ് എൻ്റെ മക്കളുടെ ബാപ്പയും. അപ്പോൾ നമുക്കതൊന്നും സഹിച്ചിട്ട് ജീവിക്കാൻ പറ്റില്ല. സാമ്പത്തികം ഇല്ലെങ്കിൽ അധ്വാനിക്കണം. ആർക്കും സാമ്പത്തികം വെറുതെ ഉണ്ടാവണമെന്നൊന്നല്ല. എല്ലാവരും അധ്വാനിച്ച്